ഇന്നലെ രാത്രിയിലാണ് വർക്കല ഹരിഹരപുരം LP സ്കൂളിന് സമീപമുള്ള ലൈം വില്ലയിൽ കവർച്ച നടന്നത്. 74-കാരി ശ്രീദേവി അമ്മയുടെ വീടാണിത്. ശ്രീദേവി അമ്മയെ കൂടാതെ മരുമകൾ ദീപയും ഹോം നഴ്സ് സന്ധ്യയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. 3 പേരെയും മയക്കിക്കിടത്തിയായിരുന്നു കവർച്ച. 15 ദിവസം മുമ്പ് വീട്ടിൽ ജോലിക്കെത്തിയ നേപ്പാൾ സ്വദേശിയായ യുവതിയുടെ നേതൃത്വത്തിലാണ് കവർച്ച നടത്തിയത്. 4-അംഗ സംഘത്തിൽ 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രിയിൽ ശ്രീദേവി അമ്മയുടെ വിദേശത്തുള്ള മകൻ ഭാര്യ ദീപയെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. തുടർന്ന് അടുത്തുള്ള ബന്ധുവിനെ വിവരമറിയിച്ചു. ബന്ധു വീട്ടിലേക്കെത്തുമ്പോൾ 4 പേർ ഇറങ്ങി ഓടുന്നതാണ് കണ്ടത്. നാട്ടുകാരെ കൂട്ടി വീടിനുള്ളിൽ നോക്കിയപ്പോഴാണ് ശ്രീദേവി അമ്മയും ദീപയും സന്ധ്യയും ബോധരഹിതരായി കിടക്കുന്നത് കണ്ടത്. വീട്ടുപരിസരത്ത് നടത്തിയ അന്വേഷണത്തിൽ മതിലിലെ കമ്പിയിൽ കുരുങ്ങിയ നിലയിൽ ഒരാളെ കണ്ടെത്തി. ഇയാളുടെ ബാഗിൽ മോഷ്ടിച്ച സ്വർണവും പണവും ഉണ്ടായിരുന്നു. രാവിലെയോടെ സമീപത്തൊളിച്ചിരുന്ന മറ്റൊരാളെ കൂടി പിടികൂടി. CCTV ചെക്ക് ചെയ്തപ്പം 4 പേരുണ്ടെന്ന് അറിഞ്ഞ് അവര്. പിന്നെ ഇവിടെ നിന്ന ഒരു പെണ്ണുമുണ്ട്. അവർ നേപ്പാളുകാരാണ്. അപ്പോൾ ആ പെണ്ണാണ് അവർക്ക് ഇത് കൊടുത്തതെന്നാണ് അറിഞ്ഞത്. നേപ്പാൾ സ്വദേശികളാണ് മോഷണത്തിന് പിന്നിൽ. മറ്റ് 2 പേരെ കണ്ടെത്താനുള്ള ശ്രമം അയ്യൂർ പോലീസ് ആരംഭിച്ചു. കൂടുതൽ പേർ സംഘത്തിലുണ്ടെന്നാണ് കരുതുന്നത്. വീട്ടുജോലിക്കാരെയാണ് സംഘാംഗങ്ങളെ വിളിച്ചു വരുത്തിയത്. ദീപയുടെ മുറി കുത്തി തുറന്ന നിലയിലാണ്. വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തി. അക്രമത്തിനിരയായ 3 പേരെയും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.